വീണ്ടും മുസ്ലിം വിരുദ്ധ പരാമർശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SC/ST OBC വിഭാഗങ്ങളുടെ സംവരണം മുസ്ലിം വിഭാഗത്തിന് നൽകാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് മോദി. ഇന്ത്യ മുന്നണി വോട്ട് ജിഹാദ് നടത്തുന്നുവെന്നും ഗുജറാത്തിൽ മോദി പറഞ്ഞു. അതേസമയം മുസ്ലിം മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരും ഞങ്ങളുടെ വോട്ട് ബാങ്കെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മോദിക്ക് മറുപടി നൽകി. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂരുണ്ട്. വിഷ്ണു, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിട്ടും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ ചർച്ച ചെയ്തിട്ടും ഇപ്പോഴും മുസ്ലിം വിരുദ്ധ പരാമർശത്തിലടക്കം ഉറച്ചു നിൽക്കുന്ന നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. ഇന്ന് ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലും മുസ്ലിം വിരുദ്ധ പരാമർശം ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. അതായത് കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ മുന്നണി, പ്രതിപക്ഷ മുന്നണി ഇത്തരത്തിൽ പിന്നാക്ക വിഭാഗങ്ങളുടെയും OBC വിഭാഗങ്ങളുടെയും ഒക്കെ സംവരണം കവർന്നെടുത്ത് മുസ്ലിം വിഭാഗത്തിന് നൽകാനാണ് ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി ഭരണഘടന പോലും മാറ്റിയെഴുതാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം അല്ലെങ്കിൽ വിമർശനം തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയത്. वोट जिहाद और वो भी पढ़े लिखे मुसलमान के परिवार से बात आई है। सामान्य मदरसा से निकले हुए किसी बच्चे ने नहीं कहा है। हाईली क्वालिफाइड फैमिली और कांग्रेस के वरिष्ठ पद पर बैठे हुए परिवार, ये मुसलमान परिवार ने कहा है, नारा दिया है वोट जिहाद करो। आप जानते हैं ना ജിഹാദ് का मतलब क्या होता है? ഒരു പ്രത്യേക വിഭാഗത്തിന് ഇത്തരത്തിൽ സംവരണം മാറ്റി നൽകാൻ അല്ലെങ്കിൽ കൂടുതൽ സംവരണം നൽകില്ല എന്ന് കോൺഗ്രസിന് ഉറപ്പെഴുതി നൽകാൻ കഴിയുമോ എന്നൊരു വെല്ലുവിളി കൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്തായാലും വലിയ തോതിലുള്ള വിദ്വേഷ പരാമർശം അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത തന്നെയാണ് പ്രധാനമന്ത്രി തന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനു പുറമെ കോൺഗ്രസ് രാജ്യത്ത് ഇല്ലാതാകുമ്പോൾ പാകിസ്ഥാനാണ് കരയുന്നതെന്നും ചില വിദേശ ശക്തികൾക്ക് ഇന്ത്യയിൽ ബലമില്ലാത്ത അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ ദുർബലരായിട്ടുള്ള ഒരു സർക്കാരിനെയാണ് ആവശ്യമെന്നതടക്കമുള്ള പരാമർശങ്ങളും മോദിയുടെ ഭാഗത്തുനിന്നും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ പ്രസംഗത്തിന് പിന്നാലെ നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മറുപടി നൽകിയിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മറുപടി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ഇവരുടെ വോട്ട് ബാങ്ക്, അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ എല്ലാ ആളുകളും കോൺഗ്രസിൻ്റെ അടക്കം വോട്ട് ബാങ്കാണ് എന്ന തലത്തിലൊരു മറുപടിയാണ് ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് നൽകിയത്.